ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്തൊരുക്കിയ പാൻ ഇന്ത്യൻ മാസ് ആക്ഷൻ ഡ്രാമ സിനിമയായിരുന്നു എമ്പുരാൻ. സിനിമ കണ്ടു. എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് അല്ലെങ്കിൽ കുഴപ്പമില്ല ഓക്കേഷ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് എമ്പുരാൻ സമ്മാനിച്ചത്. ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലേക്ക് വരുമ്പോൾ പ്രൊഡക്ഷൻ ക്വാളിറ്റിയും ലൊക്കേഷൻസും ഒക്കെ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. രാജുവേട്ടൻ തൻ്റെ സംവിധാന മികവ് പീക്ക് ലെവലിൽ കാണിച്ചു തന്ന സിനിമ കൂടിയാണ് എമ്പുരാൻ. ഒരു സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ആക്ഷൻ സീനുകളും ബ്ലാസ്റ്റിംഗ് സീനുകളും ഒക്കെ പക്ക ഒറിജിനാലിറ്റിയിൽ തന്നെയാണ് മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. പ്രശ്നം എന്തെന്നാൽ ബഡ്ജറ്റും പ്രൊഡക്ഷൻ ക്വാളിറ്റിയും അതുപോലെ സിനിമയുടെ കഥയും ഒക്കെ ലാർജ് സ്കെയിലായപ്പോൾ സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേയും ഒക്കെ ഒരുപാട് ബാക്കിലോട്ട് പോയ പോലെ തോന്നി. ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളിയിൽ നിന്ന് അബ്രഹാം ഖുറേഷിയിലേക്ക് വരുമ്പോൾ ലാലേട്ടൻ്റെ ട്രാൻസ്ഫർമേഷനും പെർഫോമൻസും ഒക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ലൂസിഫറിൻ്റെ ടൈലൻഡിൽ കിട്ടിയ ഇമ്പാക്റ്റ് എബ്രഹാം ഖുറേഷിയായിട്ട് എമ്പുരാനിൽ വന്നപ്പോൾ കിട്ടിയില്ല എന്ന് തന്നെ പറയാം. ലാലേട്ടൻ്റെ ഇൻട്രോ ഒക്കെ കിടുവാണ്. സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന് ലാലേട്ടൻ്റെ എബ്രഹാം ഖുറേഷിയായിട്ടുള്ള ഇൻട്രോ സീനും, രണ്ട് സെക്കൻഡ് ഹാഫിലുള്ള ജംഗിൾ പൊളി ഫൈറ്റുമാണ്. അത് രണ്ടും നല്ല കിടിലൻ ഗൂസ് ബംസ് മൂമെൻറ്റ് തന്നെയായിരുന്നു. ദീപക് ദേവിൻ്റെ BGM ചിലയിടത്തൊക്കെ നന്നായി സ്കോർ ചെയ്തപ്പോൾ കൂടുതലിടത്തും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ പോയി. സോങ്സ് ഒന്നും വലിയ മെച്ചമില്ലായിരുന്നു. ലാലേട്ടൻ കുറച്ച് സമയം ഉള്ളെങ്കിൽ പോലും ഉള്ള സമയത്തെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓറ എടുത്തറിയുന്ന കുറച്ച് ഷോട്ട്സുകളും ഫ്രെയിമുകളും ഒക്കെ കൊള്ളാമായിരുന്നു. മൊത്തത്തിൽ വിഷ്വൽസും മേക്കിങ്ങും ഒക്കെ വെച്ച് നോക്കിയാൽ ഒരു ഗ്രാൻഡ് പരിപാടിയാണ് എമ്പുരാൻ. എന്നാൽ 3 മണിക്കൂറുള്ള സിനിമയിൽ സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും ഒക്കെ വലുതായിട്ട് എൻഗേജിംഗ് ആയി തോന്നിയില്ല. ഒരു ഫ്ലാറ്റ് രീതിയിലായിരുന്നു സിനിമയുടെ പോക്ക്. അബ്രഹാം ഖുറേഷി ഒരു വൻ സംഭവമായി കാണിക്കുന്നുണ്ടെങ്കിലും പലയിടത്തും ഇത്രയുള്ളോ ഖുറേഷി എബ്രഹാം എന്ന് തോന്നിപ്പോകുന്നതായിരുന്നു ക്ലൈമാക്സ് ഫൈറ്റും ചില സീനുകളും. പൃഥ്വിരാജിൻ്റെ സയ്യിദ് മസൂദിനെ കേന്ദ്രീകരിച്ചാണ് സിനിമയുടെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വന്നിട്ടുള്ളത്. ഖുറേഷി എബ്രഹാമിൻ്റെ ബാക്ക് സ്റ്റോറിയും സ്റ്റീഫൻ നെടുമ്പള്ളി 15 വർഷം എവിടെയാണെന്നുമൊക്കെ ഉള്ളത് പാർട്ട് 3യിലാണ് വരിക. ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലേക്ക് എത്തിയപ്പോൾ ടൊവിനോയ്ക്കും ഇന്ദ്രജിത്തിനുമൊക്കെ സ്പേസ് കൂടുതലായി കിട്ടിയെങ്കിലും ഫസ്റ്റിൻ്റെ അത്രയും പോലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, ബൈജു, സായികുമാർ, സുരാജ് അങ്ങനെ ബാക്കി എല്ലാവരും തന്നെ അവർക്ക് കൊടുത്ത റോൾ നീറ്റായി ചെയ്തിട്ടുണ്ട്. L3യിലേക്കുള്ള ടൈലൻഡും ക്യാമിയോയും ഒക്കെ ഒരു ഓക്കേഷ് ഫീലാണ് സമ്മാനിച്ചത്. പിന്നെ എന്ന അക്ഷരം വെച്ചുള്ള സംഭവമൊക്കെ നൈസായിരുന്നു. മൊത്തത്തിൽ തിയേറ്ററിൽ ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു ഓക്കേഷ് സിനിമയായിട്ടാണ് എമ്പുരാൻ എനിക്ക് അനുഭവപ്പെട്ടത്. പ്രതീക്ഷിച്ച ആ ലെവൽ സംഭവമൊന്നും പേഴ്സണലി എനിക്ക് കിട്ടിയില്ല. ലാലേട്ടൻ ഫാൻസിനൊക്കെ മസ്റ്റായിട്ട് കാണാം. ഇന്ത്യൻ സിനിമയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ വന്ന സിനിമ കൂടിയാണ് എമ്പുരാൻ. അതുകൊണ്ട് തന്നെ ഒരു റിച്ച്നെസ് മേക്കിങ്ങും ഗ്രാൻഡ് പരിപാടിയും ഒക്കെ കൊണ്ട് തിയേറ്ററിൽ എല്ലാവർക്കും ഒരു തവണ കണ്ടു നോക്കാവുന്ന സിനിമയായിട്ടാണ് തോന്നിയത്. സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും താഴെ പങ്കുവെക്കൂ. കളക്ഷൻ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.